بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. يغتنم في الفراغ فضل الركوع فعسى أن يكون موتك بغتا. كم صحيح رأيت من غير سقم ذهبت نفسه الصحيحة فلتا. قاله الإمام ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് അശ്ശൈഖ് അബൂ അബ്ദില്ലാഹ് മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനവർകളുടെ ജീവചരിത്രമാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ വഫാത്തുമായി ബന്ധപ്പെട്ട ചില സംഭവ വികാസങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. മഹാനായ ഇമാം ബുഖാരി പലപ്പോഴായി ചൊല്ലുന്ന ഒരു ബൈത്താണ് യക്തനിം ഫിൽ ഫറാഇ ഫളല റുകൂഇ. നിനക്ക് ഒഴിവുള്ള ഘട്ടങ്ങളിൽ ധാരാളമായി നീ നിസ്കരിച്ചു കൊണ്ടിരിക്കണം. കാരണം നിന്റെ മരണം പെട്ടെന്നായേക്കാം. കം സ്വഹീഹിൻ റഅയ്ത മിൻ ഗൈരി സുഖമി ദഹബത് നഫ്സുഹു സ്വഹീഹതു ഫൽതാ. എത്ര നല്ല ആരോഗ്യമുള്ളവരാണ്, യാതൊരു രോഗവുമില്ലാത്തവർ, അവരുടെ ശരീരം പെട്ടെന്ന് ഇല്ലാതെയായി പോകുന്നു, മരിച്ചു പോകുന്നു. അതുകൊണ്ട് പ്രായമാവട്ടെ എന്ന് പറഞ്ഞ് നീ കാത്തിരിക്കണ്ട, അല്ലെങ്കിൽ കുറച്ച് കൊടുക്കാവട്ടെ. കാരണം മരണം വരുന്നത് പെട്ടെന്നായിരിക്കും. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ മരണം സംഭവിച്ചത്. പെട്ടെന്നുള്ള മരണമായിരുന്നു. അതിൻ്റെ മുമ്പ് ചെറിയ അസുഖങ്ങളെല്ലാം ഉണ്ട്. ഇമാം ബുഖാരി ഹിജ്റ 256 വഫാത്തായത്, 62 വയസ്സായപ്പോൾ എന്ന് നാം പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി ജീവിച്ചിരിക്കുന്ന കാലത്ത് ധാരാളം അന്നത്തെ കാലത്തെ എല്ലാ പണ്ഡിതന്മാരും അംഗീകരിച്ചു പോന്ന ഒരു വലിയ മഹാനായിരുന്നു എന്ന് നാം പറഞ്ഞു. സാധാരണ മഹത്തുക്കൾക്കുള്ളതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾക്ക്, അതുപോലെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുന്ന എല്ലാ മഹത്തുക്കൾക്കും ധാരാളം ശത്രുക്കൾ ഉണ്ടാകുന്നത് പോലെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവർക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടായിരുന്നു. അവരുടെ ശത്രുത പല രൂപത്തിലായിരുന്നു. ഇമാം ബുഖാരിയുടെ വക്കൽ നിന്ന് എഴുതിയെടുക്കുന്ന, അല്ലെങ്കിൽ ഇമാം ബുഖാരിയുടെ കിതാബുകളിൽ പോലും കോപ്പിയെടുത്തിട്ട് ആ കോപ്പിയിൽ പലരെ കൊണ്ടും ഇമാം ബുഖാരി പറയാത്തതും എഴുതാത്തതും എഴുതി വച്ചിപ്പിച്ചും കൊണ്ട് ദുഷ്പ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾ ധാരാളമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇമാം ബുഖാരിയുടെ പേരിൽ പല ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ചും കൊണ്ട്
പിൽക്കാലത്ത് ഇമാം ബുഖാരിയെ പറ്റി ഇല്ലാത്തത് പ്രചരിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ഇമാം ബുഖാരി ലോകത്ത് അള്ളാഹുവിൻ്റെ പടപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട മഹാനാണ്. അവരുടെ സഹീഹുൽ ബുഖാരി വന്നതോടുകൂടെ ഹദീസിൻ്റെ വിഷയത്തിൽ ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന കിതാബ് അവരുടേതായി മാറി. അത് ഇജ്മാ ആണ് മുസ്ലിം ലോകത്ത്. ഇന്ന് ആർക്കും അതിൽ തർക്കമില്ല. ഇമാം ബുഖാരിയുടെ പവർ കൂടി വന്നു. അങ്ങനെ ഈ പറയപ്പെടുന്ന ദുഷ്പ്രചരണങ്ങളെല്ലാം ഇല്ലാത്തതാണ് എന്ന് ലോകം സമ്മതിച്ചത് കൊണ്ട് ഇന്ന് എന്തൊക്കെ പറഞ്ഞു എന്ന് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയില്ല. ആളുകളെ ശ്രദ്ധയിലില്ലാത്ത ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ വിമർശനങ്ങളിലേക്ക് കൂടുതലായി ഞാൻ കടക്കുന്നില്ല. എന്നാലും ഇമാം ബുഖാരിയുടെ മരണസമയത്ത് ഇമാം ബുഖാരിക്ക് ശത്രുക്കളെ പക്കൽ നിന്ന് ധാരാളം ഉപദ്രവങ്ങൾ, ശാരീരിക ഉപദ്രവങ്ങളുടെ കൂട്ടത്തിൽ ശാരീരിക ഉപദ്രവങ്ങളോട് കൂടെ മാനസികമായ ഉപദ്രവം വല്ലാതേറ്റിരുന്നു ഇമാം ബുഖാരി. അവർ പറയുന്നത്, ചരിത്രകാരന്മാർ പറയുന്നത്, ഇമാം ബുഖാരിയെ 4 പ്രാവശ്യം നാട് കടത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നതിൽ 2 പ്രാവശ്യം അത് പിൽക്കാലത്ത് വെറുതെ എഴുതി ഉണ്ടാക്കിയതാണ്. എന്നാലും അത് വലിയ വലിയ ആളുകൾ അവരുടെ കിതാബുകൾ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരിക്ക് ഇങ്ങനെ അഭിപ്രായമുണ്ട് എന്ന്. ഒന്നാമതായി മുമ്പ് നാം പറഞ്ഞതുപോലെ ഇമാം ബുഖാരി 16-ാം വയസ്സിൽ ഹജ്ജിന് പോയി. അങ്ങനെ ജ്യേഷ്ഠനും ഉമ്മയും തിരിച്ചു പോന്നു. ഇമാം ബുഖാരി ഹദീസ് പഠനത്തിന് വേണ്ടി ഹിജാസിൽ കഴിച്ചു കാലങ്ങൾ. അങ്ങനെ ആ പോക്കിലാണല്ലോ ഇമാം ബുഖാരിയുടെ താരീഖ് പോലെയുള്ള കിതാബുകളെല്ലാം എഴുതിയത്. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഇമാം ബുഖാരി ബുഖാറയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇമാം ബുഖാരിയുടെ ഉപ്പാന്റെ സുഹൃത്തായ അൽ ഇമാം അബൂ ഹഫ്സ് എന്നവരായിരുന്നു അതുവരെ ഇമാം ബുഖാരിയുടെ കാര്യമായ ഉസ്താദും ഇമാം ബുഖാരിയുടെ സംരക്ഷിച്ച് പോന്നവരും. അങ്ങനെ ഇമാം ബുഖാരി 18-ാമത്തെ വയസ്സായപ്പോഴേക്കിന് 1-2 വലിയ കിതാബുകൾ എഴുതുകയും ബുഖാരിയുടെ സ്വഹീഹ് എന്ന സ്വഹീഹുൽ ബുഖാരി നാം ഓതുന്ന സ്വഹീഹുൽ ബുഖാരി അസഹു കുതുബിൻ ബഅദ കിതാബില്ലാഹ് സ്വഹീഹുൽ ബുഖാരി വേദശേഷ മഹാസത്യപാതാരം എന്ന് പറയുന്ന ആ മഹത്തായ കിതാബ് ഇമാം ബുഖാരി തുടങ്ങി വെച്ചു. 18-ാമത്തെ വയസ്സിൽ എഴുത്ത് തുടങ്ങിയതായ ഗ്രന്ഥരചനയിൽ പ്രവേശിച്ച ഇമാം ബുഖാരി 16 വർഷം കൊണ്ടിട്ടാണ് അത് എഴുതി തീർക്കുന്നത്. ഏകദേശം 34-ാമത്തെ വയസ്സിലാണ് തീർക്കുന്നത്. അത്രയും ദീർഘമായ കാലങ്ങളെ കൊണ്ടാണ് ഇമാം ബുഖാരി അത് എഴുതിയത്. അങ്ങനെ ഇമാം ബുഖാരി ലോകത്ത് അത്രയും ചെറുപ്പത്തിൽ തന്നെ അറിയപ്പെട്ടു. 34-ാമത്തെ വയസ്സിൽ സഹീഹുൽ ബുഖാരി എഴുതി തീർത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആരാണ് ഇമാം ബുഖാരി? ആ ഇമാം ബുഖാരിയെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ഒരു ഇമാം പറയുന്ന കെട്ടുകഥയാണെങ്കിലും പ്രത്യേകിച്ചും ഹനഫി പണ്ഡിതന്മാരുടെ കിതാബുകളിലെല്ലാം ഈ കഥയുണ്ട്. അബൂ ഹഫ്സ് എന്നവർ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബുമായി കൂടുതൽ പ്രചരിപ്പിക്കുന്ന ആ മദ്ഹബുകാരനാണ്. ഇമാം ബുഖാരിയുടെ ആദ്യം മുതൽ അവസാനം വരെ ശാഫിഈ മദ്ഹബാണ് അംഗീകരിച്ചു പോരുന്നത്. അവരുടെ കാര്യമായ ഉസ്താദന്മാർ അധികവും ശാഫിഈ മദ്ഹബുകാരും ശാഫിഈ മദ്ഹബിൻ്റെ അസ്വാബുൽ ഉജൂഹുമാണ്. അങ്ങനെയുള്ള ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ബുഖാറയിലേക്ക് 18-ാമത്തെ വയസ്സിൽ തിരിച്ചു വന്നപ്പോൾ അവിടെ വെച്ചൊരു ചർച്ച.
അബൂ ഹഫ്സ് ഇടപെട്ടിട്ട് പറഞ്ഞു ബുഖാരി ഇമാമിനോട്. ഇമാം ബുഖാരി അടുക്കലേക്ക് ആളുകൾ ഹദീസ് പറയാൻ വരികയും കേൾക്കാൻ വരികയും വലിയ തിരക്കായപ്പോൾ അബൂ ഹഫ്സ് എന്ന ഇമാം ബുഖാരിയുടെ കുട്ടിക്കാലത്തെ ഉസ്താദ് ഇമാം ബുഖാരിയുടെ ഉപ്പാന്റെ സുഹൃത്ത്, കാര്യമായ ആളാണ്. അവർ ഇമാം ബുഖാരിയോട് പറഞ്ഞു, ലസ്ത ബി അഹ്ലിൻ ലിദാലിക, നീ ഫത്ത് കൊടുക്കാൻ യോഗ്യനായിട്ടില്ല, അതുകൊണ്ട് നീ ഫത്ത് കൊടുക്കണ്ട. ഇമാം ബുഖാരി ആണെങ്കിലോ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് പല സമയത്ത് പല സ്ഥലത്തു നിന്നും പല ആവശ്യങ്ങൾക്ക്. ഇമാം ബുഖാരി ഫത്ത് കൊടുക്കും, ഹദീസ് പറഞ്ഞു കൊടുക്കും, എല്ലാം ചെയ്യും. അങ്ങനെയാണ് അവിടെ വെച്ചുകൊണ്ട് ഇമാം ബുഖാരി ഫത്വ കൊടുത്തു എന്ന് പ്രചരിപ്പിക്കുന്നു. എന്താ ഫത്വ? മനുഷ്യർ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഒരു ഉമ്മാന്റെ മുല കുടിച്ചാൽ അവർ രണ്ടാളും തമ്മിൽ മഹ്റമാവുമല്ലോ എന്ന മാതിരി ആടിൻ്റെയോ പശുവിൻ്റെയോ ഒട്ടകത്തിൻ്റെയോ പാല് 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരസ്പരം ഒരാടിൻ്റെ പാല് കുട്ടികൾ പരസ്പരം കുടിച്ചാൽ ആ കുട്ടികൾ തമ്മിലെല്ലാം മഹ്റമാകും എന്ന് ഇമാം ബുഖാരി ഫത്വ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഇമാം ബുഖാരിയിൽ നിന്ന് പുറത്താക്കുക ചെയ്തിട്ടുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി, അത് ബുഖാരിയിൽ ചർച്ച ചെയ്യാൻ പോകുന്ന മസലയാണ്. വിശദമായ ചർച്ച വരുന്നുണ്ട് ഈമാനെ പറ്റി. ഈമാൻ എന്നത് ഇമാം ബുഖാരി പറയുന്നത് അത് ഖൗലും വഫിഅലും വഅമലുൻ. ഒരു വിഭാഗം പറയുന്നത് ഈമാൻ എന്ന് പറയുന്നത് ഗൈറു മഖ്ലൂഖാണ് എന്നാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഈമാൻ മഖ്ലൂഖാണ്, അത് ഗൈറു മഖ്ലൂഖാണെന്ന് പറയേണ്ടതാണ് എന്നുള്ള ചർച്ച. ഇമാം ബുഖാരി പറയുന്നത് ഓരോരുത്തരും അവരുടെ ഇഖ്തിയാർ പ്രകാരമാണ് ഈമാനാവേണ്ട മുസ്ലിം ആവേണ്ടത്. ഈമാൻ ഓരോരുത്തരും തജ്ദീദ് ചെയ്യേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ അത് യംഖുസു വയസീദു എന്നെല്ലാം ഇമാം ബുഖാരി വ്യക്തമായി പറയുന്നുണ്ട് ബുഖാരിയിൽ തന്നെ. ഒരു വിഭാഗം പറയുന്നു ഈമാൻ ഗൈറു മഖ്ലൂഖാൻ. അന്നത്തെ കാലത്ത് ആ അഭിപ്രായക്കാരായിരുന്നു കൂടുതലും. അതിൻ്റെ പേരിൽ ഇമാം ബുഖാരിക്ക് ഈമാൻ ഓരോരുത്തരും അവരുടെ ഇഷ്ടപ്രകാരം സ്വീകരിക്കുന്നതും ഇഷ്ടപ്രകാരം തള്ളാനും കഴിയുന്നതാണ് എന്ന വാദം ഇമാം ബുഖാരിക്ക് സ്വന്തമുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ബുഖാരിയെ നാട് കടത്തി എന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട്. അതും തെറ്റാണ്. അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല. കാരണം അന്നും ഇന്നും എന്നും ഈമാൻ അവരവർ മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കി പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നൽകുന്ന ഒന്ന് തന്നെയാണ്. അത് മഖ്ലൂഖ് തന്നെയാണ്. ഇതന്നെയാണ് ഇമാമിങ്ങൾ പറയുന്നത്. പിന്നെ ഇത് രണ്ടും ഇമാം ബുഖാരിയുടെ ആദ്യകാലത്ത് സ്വഹീഹുൽ ബുഖാരി എഴുതാൻ തുടങ്ങിയ കാലഘട്ടത്തിലുണ്ടായ പ്രശ്നങ്ങളാണ്. അത് ഒന്ന് വെറുതെ പറഞ്ഞുണ്ടാക്കിയതും ഒന്ന് ഉള്ള പ്രശ്നങ്ങളുമാണ്. പക്ഷെ ഇമാം ബുഖാരിക്ക് അതിൻ്റെ പേര് എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇമാം ബുഖാരി ഒരു വാദം വാദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്മാറേണ്ട അവസ്ഥകൾ വന്നവരല്ല. പിന്നെ ഉണ്ടായത് ഇമാം ബുഖാരി ഏകദേശം ഹിജ്റ 250 അല്ലെങ്കിൽ 50 ശേഷം ഇമാം ബുഖാരി ഖുറാസാനിലേക്ക് പോയി. ഖുറാസാനിലേക്ക് ഇമാം ബുഖാരി വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ അവിടെയുള്ള എല്ലാ പണ്ഡിതന്മാരും എല്ലാ വലിയ വലിയ ആളുകളും ഇമാം ബുഖാരിയെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി. എല്ലാവരും അതിനു വേണ്ടി മുതിർന്നു. ഇമാം ബുഖാരിയുടെ ഒരു ഉസ്താദാണ് മുഹമ്മദ് ബിൻ യഹ്യ അദ്ദഹ്ലി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ. വലിയ മഹാനാണ്. അന്നത്തെ കാലത്ത് എല്ലാ മുഹദ്ദിസീങ്ങളും ഹദീസ് പഠിക്കാൻ വേണ്ടി വരുന്ന ഒരു മഹാമനുഷ്യൻ തന്നെയാണ് ദഹ്ലി. മുഹമ്മദ് ബിൻ യഹ്യ ദഹ്ലി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ. അവരുടെ ശിഷ്യനാണ് ഇമാം ബുഖാരി. അതുപോലെ അന്നത്തെ കാലത്തെ എല്ലാ പണ്ഡിതന്മാരും.
അവർ ചരിത്രത്തിൽ പറയുന്നത് മദീനയിൽ ഇമാം മാലിക്കിനുള്ള സ്ഥാനം, ബാഗ്ദാദിൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനുള്ള സ്ഥാനം, ആ സ്ഥാനമായിരുന്നു ഖുറാസാനിൽ മുഹമ്മദ് ബിൻ യഹ്യ ദഹ്ലി എന്ന് പറയുന്ന മഹാപണ്ഡിതനിക്ക്. വലിയ കാര്യപ്പെട്ട ആളാണ്. അവരെ തൊട്ട് 4-ൽ കൂടുതൽ ഹദീസുകൾ ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ദഹ്ലിൻ്റെ ഹദീസിനെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. അതെല്ലാം വെറുതെ പറയാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ പേര് പറയൽ ദഹ്ലിൻ്റെ വല്ലിപ്പായിലേക്ക് ചേർത്തിയും കൊണ്ട് മുഹമ്മദ് ബിൻ ഖാലിദ് ദഹ്ലി എന്നാണ് അധികം ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ദഹ്ലി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുമായി വലിയ ബന്ധത്തിലാണ്. ഇമാം ബുഖാരിയോട് പലതും ചോദിച്ച് പഠിക്കലുമുണ്ട്. ദഹ്ലിയാണ് അവിടുത്തെ വലിയ പണ്ഡിതൻ. ഭരണാധികാരികളുമായി വലിയ സ്വാധീനമുള്ളവരാണ്. ഫത്ഹുൽ ബാരി മറ്റുള്ള എല്ലാ കിതാബുകളിലും സംഭവമുണ്ട്. ഇത് യഥാർത്ഥം നടന്ന സംഭവം തന്നെയാണ്. ആ ദഹ്ലി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഖുറാസാനിലേക്ക് വന്നപ്പോൾ ദഹ്ലിൻ്റെ അടുത്ത് പഠിക്കാൻ പോകുന്ന ധാരാളം പണ്ഡിതരുണ്ട്, മുഹദ്ദിസീങ്ങളുണ്ട്. അവരോടെല്ലാവരോടും ആദ്യകാലത്ത് ബുഖാരിയുടെ അടുക്കലേക്ക് പോയി പഠിക്കാൻ വേണ്ടി പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇമാം ബുഖാരിയുടെ മജ്ലിസ് വലിയ മജ്ലിസായി മാറി. നാനാ ഭാഗത്തിൽ നിന്നും ഖുറാസാനിലും അടുത്ത നാടുകളിൽ നിന്നും ബുഖാരി ഇമാമിനെ പറ്റി സ്വഹീഹുൽ ബുഖാരി ഉണ്ടാക്കിയതിന് ശേഷമാണല്ലോ, ഏകദേശം അവസാന കാലമാണ്. പിന്നീട് ഇമാം ബുഖാരി കുറഞ്ഞ കാലം ജീവിച്ചിട്ടുള്ളൂ. 36-ാമത്തെ വയസ്സിൽ ഇമാം ബുഖാരി സ്വഹീഹ് ഉണ്ടാക്കി തീർന്നിട്ടുണ്ട്. ഇമാം ബുഖാരിയുടെ 55 വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള സംഭവമാണ്. ആ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സദസ്സ് വലിയതായി മാറി. വലിയ സദസ്സായി മാറിയപ്പോൾ ദഹ്ലിൻ്റെ അടുക്കലേക്ക് വരുന്നവർ വളരെ കുറവായപ്പം ദഹ്ലിക്ക് പ്രശ്നമായി. ഇമാമിങ്ങൾ എല്ലാവരും പറഞ്ഞത് അസൂയ വന്നു എന്നാണ്. ദഹ്ലിൻ്റെ ചരിത്രം പഠിച്ചു നോക്കിയാൽ അദ്ദേഹം ഒരു അസൂയാലു ആയിരുന്നു എന്ന് പറയാൻ നമുക്ക് മടിയുണ്ട്. പക്ഷേ ഇമാം ബുഖാരി അടക്കം പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന് എന്നോട് അസൂയയാണ് എന്ന്. ചരിത്രം നോക്കിയാൽ കാണാം. അങ്ങനെ ഈ ദഹ്ലി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ അവരുടെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇമാം ബുഖാരിക്ക് ഒരു പ്രത്യേക വാദമുണ്ട്. പരിശുദ്ധ ഖുർആനിനെ പറ്റി, ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്, അത് മഖ്ലൂഖല്ല എന്നതാണല്ലോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅ ലോകത്തെ പഠിപ്പിച്ചത്. ഖുർആൻ കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അവിടെ ചിന്തിക്കേണ്ട വിഷയമുണ്ട്. ആ വിഷയത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവരുടെ കൂടെ എതിരാളികൾ പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അത് മഖ്ലൂഖാണ്, അത് സൃഷ്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ കുറച്ച് ഗൗരവത്തോടു കൂടെ പറഞ്ഞിരുന്നു. പരിശുദ്ധ ഖുർആനിൽ എഴുതപ്പെട്ടത്, നാം നാവ് കൊണ്ട് ഓതുന്നത് ഖുർആനാണ്, അത് മഖ്ലൂഖാണ്. കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്. അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ് എന്നുള്ള പ്രയോഗം വളരെ ഗൗരവമായി അതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ഇറങ്ങിക്കൊണ്ട് തന്നെ അഹ്മദ് ഹംബൽ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേ പറച്ചിൽ തന്നെയാണ് ഖുറാസാനിൽ മുഹമ്മദ് ബിൻ യഹ്യ ദഹ്ലി റളിയല്ലാഹു അൻഹു പറയുന്നത്. മഹാനാണ്. ഇമാം ബുഖാരിയോട് വന്ന് ചോദിച്ചു. ഇമാം ബുഖാരിയോട് ചോദിച്ചപ്പോൾ ഒരാളെ നേരെ ചോദിക്കുകയാണ്, യാ അബാ അബ്ദില്ലാ മാ തഖൂലു ഫിൽ ലഫ്ളി ബിൽ ഖുർആൻ മഖ്ലൂഖുൻ ഹു ഔ ഗൈറു മഖ്ലൂഖ്.
ഖുർആൻ കൊണ്ട് മൊഴിയുന്നത് അത് മഖ്ലൂക്കാണോ വൈറു മഖ്ലൂക്കാണോ? ചോദ്യത, ഒരാൾ ഖുർആൻ ഓതിയാൽ ആ ഓതുന്നത് മഖ്ലൂക്കാണോ വൈറു മഖ്ലൂക്കാണോ? ഇമാം ബുഖാരി മറുപടി കൊടുത്തില്ല, കേൾക്കാത്ത മാതിരി കാണിച്ചു. അപ്പൊ ഇയാൾ രണ്ടാമത്, യാ അബാ അബ്ദില്ലാ മാ തഖൂലു ഫിൽ ലഫ്ളി ബിൽ ഖുർആൻ മഖ്ലൂഖുൻ ഹു ഔ ഗൈറു മഖ്ലൂഖ്? ഇമാം ബുഖാരി ശ്രദ്ധിച്ചില്ല. മൂന്നാമതും അയാൾ ചോദിച്ചപ്പോ ഇമാം ബുഖാരി പറഞ്ഞു, അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖിൻ വഅഫ്ആലുൽ ഇബാദി മഖ്ലൂഖാ വൽ ഇംതിഹാനു ബിദ്ആ. ഇമാം ബുഖാരിയുടെ മറുപടിയാണ്, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാം, ആ കലാമായ ഖുർആൻ ഒരു മഖ്ലൂഖാണ്. മനുഷ്യന്റെ പ്രവർത്തികളെല്ലാം മഖ്ലൂഖാണ്. ഈ വിഷയത്തിൽ ചോദ്യത്തിന് നടക്കൽ തന്നെ ബിദ്അത്താണ്. ഞാൻ ഇങ്ങനത്തെ ചോദ്യം ലോകത്തില്ല. ഇതാണ് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പെട്ടെന്ന് ശബ്ദിച്ചാണ് പറഞ്ഞു, ഖദ് ഖാല ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ്, ഞാൻ ഖുർആൻ ഓതുമ്പോൾ അത് മഖ്ലൂഖാണ് എന്ന് ബുഖാരി പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞുണ്ടാക്കി. അതോടുകൂടെ അവിടെ ശബ്ദ കോലാഹലങ്ങളും വലിയ പ്രശ്നങ്ങളും ഉണ്ടാവുകയും ഇമാം ബുഖാരി താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് വീട്ടുകാർ മറ്റുള്ളവരെല്ലാവരെയും ഒഴിവാക്കുകയും ഇമാം ബുഖാരി സ്വന്തമായി താമസിക്കുകയും ചെയ്തു. കുറേ കാലം അവിടെ ലോകത്ത് പറഞ്ഞുണ്ടാക്കുകയാണ്. ഇമാം ബുഖാരി പറഞ്ഞു, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനാണ് ഞാൻ ഓതുന്നത്. ഞാൻ ഖുർആൻ ഓതുമ്പോൾ അത് മഖ്ലൂഖല്ല, അത് മഖ്ലൂഖാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സംഭവം ഇതാണ്. അള്ളാഹുവിൻ്റെ കലാം നമ്മൾ ജമ്മുൽ ജവാമിയിൽ ആ വിഷയം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ലഹുൽ മഹ്ഫൂദിൽ നിന്ന് ഉള്ള എഴുതപ്പെട്ട അള്ളാഹുവിൻ്റെ സിഫത്തായ കലാം ഒരു മഖ്ലൂഖാണ്. പക്ഷേ മനുഷ്യന്മാർ ഓതുന്നത്, വായയിൽ നിന്ന് ഉച്ചരിക്കുന്നത്, ഓരോരുത്തരുടെയും ശബ്ദങ്ങൾ അത് അവരവരുടെ ശബ്ദങ്ങളാണ്. അത് ശബ്ദം മഖ്ലൂഖാണ്. അള്ളാഹുവിൻ്റെ കലാമാണ് ഗൈറു മഖ്ലൂഖ്. വളരെ ചർച്ചകളുള്ള വിഷയമാണത്. പക്ഷേ ഇതിൻ്റെ ഇമാം ബുഖാരിയുടെ കാലത്ത് അത് ഓവറായി പോവാൻ ഓരോരുത്തരും ഓതുന്ന അവരവരുടെ ശബ്ദങ്ങൾ ഇത്രത്തോളം എന്ന് പറഞ്ഞിരുന്നു. ഖുർആൻ ഒരു കടലാസിൽ എഴുതിയാൽ ആ കടലാസ് വരെ കദീമാകുമെന്ന്, ആ മഷി വരെ കദീമാകുമെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. പലരും അത് എതിർത്തിട്ടുണ്ട്. ഇസ്ഹാഖ് ഇബ്നു റാഹവൈ പറഞ്ഞിട്ടുണ്ട്, അമ്മൽ ഔഇയ്യത്തു ഫമൻ യശുക്കു അൻഹാ മഖ്ലൂഖാ. ഖുർആൻ എഴുതുന്ന ആ കടലാസുകൾ അത് മഖ്ലൂഖാണെന്ന് സംശയിക്കുന്നവരുണ്ടാവുമോ? പക്ഷെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇമാം ബുഖാരിയെ വല്ലാതെ ക്രൂശിക്കപ്പെട്ടു. ഈ പറയപ്പെട്ട ദഹ്ലി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുറേ ആളുകളും ഇമാം ബുഖാരിയെ ബഹിഷ്കരിക്കാൻ വേണ്ടി ഒരുങ്ങി എന്ന് മാത്രമല്ല, ഇമാം ബുഖാരിയെ നാട് കടത്തണമെന്ന് തീരുമാനിച്ചു, അല്ലെങ്കിൽ ജയിലിലടക്കണമെന്ന് തീരുമാനിച്ചു. കാരണം അവിടെ ദഹ്ലി എന്ത് പറഞ്ഞാലും അതവിടെ നടപ്പിൽ വരും, അത്രയും സ്വാധീനമുള്ളവരാണ്. ദഹ്ലി പ്രഖ്യാപിച്ചു, ഖുർആൻ മഖ്ലൂഖാണ് എന്ന് പറയുന്ന മുഹമ്മദ് ബിൻ ഇസ്മായിലിന്റെ അടുക്കലേക്ക് ആര് ചെന്നാലും അവരെല്ലാവരും ആ മദ്ഹബുകാരാണെന്ന് ഞങ്ങൾ കണക്കിലെടുക്കും. അവർക്ക് ശിക്ഷകൾ അവർ പരിഗണിക്കേണ്ടി വരും. മാത്രവുമല്ല, പിന്നീട് അവർക്ക് എന്നെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരമില്ല എന്ന് വരെ പറഞ്ഞു. ഇമാം ബുഖാരിയുടെ അവിടെയുള്ള പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ സലമ എന്ന് പറയുന്ന മഹാനും. പക്ഷേ അവർ രണ്ടാളും ദഹ്ലിൻ്റെ വാക്ക് കേട്ട് ഇമാം ബുഖാരിക്കെതിരായി നിന്നില്ല എന്ന് മാത്രമല്ല, ദഹ്ലിയുടെ കലാ സദസ്സിൽ നിന്ന് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി
അവരുടെ തലേക്കെട്ടിൻ്റെ മുകളിൽ അവരുടെ രിദാകിട്ടു തട്ടമിട്ടു. എന്നിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോയതിൻ്റെ ശേഷം ദഹ്ലിൻ്റെ അടുക്കൽ നിന്ന് എഴുതിയെടുത്തതായ ഹദീസുകൾ മുഴുവനും ഇമാം ബുഖാരിയുടെ മാരിയായിരുന്നില്ല മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി. മാനവറുകൾ ശൈഖന്മാരൊക്കെ നിന്ന് കേൾക്കുന്ന ഹദീസുകൾ അപ്പോൾ എഴുതി വെക്കുന്നവരായിരുന്നു. അങ്ങനെ എഴുതി വെക്കുന്ന ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് എഴുന്നേറ്റ് പോയി കുറേ ഒട്ടകപ്പുറത്ത് ഇദ്ദേഹത്തിൽ നിന്ന് കേട്ട ഹദീസുകളെല്ലാം ഇങ്ങോട്ട് അയച്ചു കൊടുത്തു. എനിക്ക് നിങ്ങൾ ഹദീസ് ആവശ്യമില്ല. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ സ്വഹീഹിൽ ഒരൊറ്റ ഹദീസ് പോലും ഈ മുഹമ്മദ് ബിൻ യഹ്യ ദഹ്ലിയെ തൊട്ടിട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എനിക്കത് പറ്റൂല. എനിക്ക് ബുഖാരിയെ നിങ്ങളെക്കാളും അറിയാം. അങ്ങനെ ഇമാം ബുഖാരി വളരെ വിഷമിച്ചു. ഒരാൾക്കും ഇമാം ബുഖാരിയുമായി ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥയിൽ വന്നപ്പോൾ ഇമാം ബുഖാരിയുടെ അടുക്കലേക്ക് ഇമാം ബുഖാരിയുടെ പ്രധാനപ്പെട്ട ശിഷ്യനും ഗുണകാംക്ഷിയും ഇമാം ബുഖാരിയുമായി അടുത്തതിൻ്റെ പേരിൽ എന്ത് സംഭവിക്കില്ല സംഭവിക്കട്ടെ എന്ന് വിശ്വസിച്ചു എന്ന് തീരുമാനിച്ചും കൊണ്ട് ഇമാം ബുഖാരിയെ സംരക്ഷിച്ച ഒരാളാണ് അഹ്മദ് ബിൻ സലമത്ത് നൈസാബൂരി എന്ന് പറയുന്ന മുഹദ്ദിസ്. അയാൾ പറയാണ്, ഞാൻ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ അടുക്കലേക്ക് ചെന്നു. അബൂ അബ്ദില്ലാഹിൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, യാ അബാ അബ്ദില്ലാ ഇന്ന ഹാദാ റജുലുൻ മഖ്ബൂലുൻ ബി ഖുറാസാൻ. ഈ ദഹ്ലി ഖുറാസാനിൽ അംഗീകാരമുള്ള ആളാണ്. പ്രത്യേകിച്ചും ഖുറാസാനിലെ ഈ നാട്ടിൽ, ഖുറാസാൻ ഇറാനിലാണല്ലോ, അതിലുള്ള നിങ്ങൾ ഈ താമസിക്കുന്ന നാട്ടിൽ പ്രത്യേകിച്ചും എന്ത് പറഞ്ഞാലോ നടക്കും. നിങ്ങളെ ഈ വിഷയത്തിൽ അദ്ദേഹം വല്ലാതെ നിങ്ങൾക്കെതിരായി തിരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിരപരാധിയാണ്. നിങ്ങൾ പറഞ്ഞതെല്ലാം അവിടെ പ്രചരിപ്പിക്കുന്നത് എന്നല്ല ഞങ്ങൾക്കറിയാം. പക്ഷെ ആർക്കും ഉണ്ടാൻ കഴിയൂല. ലാ യഖ്ദിറു അഹദും മിന്നാ അൻ യുകല്ലിമഹു ഫീഹി. ആ ദഹ്ലിയോട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഞങ്ങൾപ്പെട്ട ഒരാൾക്കും പറ്റൂല. ഫമാ തറാ, നിങ്ങൾ എന്താണ് അഭിപ്രായപ്പെടുന്നത്? ഓരാ അഹ്മദ് ബിൻ സൽമാൻ എന്നവർ പറയാണ്, ഞാനിത് പറഞ്ഞപ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരിയുടെ താടിയിൽ കൈവച്ച് ഇങ്ങനെ പിടിച്ചു. സുമ്മ ഖാല, പിന്നെ ഇമാം ബുഖാരി പറഞ്ഞു, ഉഫവ്വിദു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറുൻ ബിൽ ഇബാദ്. അല്ലാഹുമ്മ ഇന്നക തഅലമു അന്നി ലം ഉരിദിൽ മുഖാമ ബിനൈസാബൂറ അശറൻ വലാ ബത്തറൻ വലാ തലബൻ ലിരിയാസ വഇന്നമാ അബുത്തു അലാ നഫ്സി الرجوع إلى الوطن لغلبة المخالفين وقد قصدني هذا الرجل حسدا لما آتاني الله لا غيره. ദുആർക്കാണ്, എൻ്റെ കാര്യം ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏൽപ്പിച്ചു. എല്ലാം അല്ലാഹു അത് ചെയ്ത് നടത്താൻ കഴിവുള്ളവനാണ് അല്ലാഹു തആല. അല്ലാഹുവേ, നിനക്കറിയാം ഞാൻ ഈ നൈസാബൂറിൽ നിൽക്കുന്നത് അവിടുത്തെ അഹങ്കാരിയായിട്ടോ അല്ലെങ്കിൽ ഒരു ബാത്തിലിൻ്റെ ആളായിട്ടോ അല്ലെങ്കിൽ അധികാരമോഹിയായിട്ടോ ഒന്നുമല്ല റബ്ബേ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എൻ്റെ നാടായ ബുഖാറയിലേക്ക് പോവാൻ വേണ്ടി ഞാൻ ഒരുങ്ങുന്നു. ഈ മനുഷ്യൻ ദഹ്ലി എനിക്ക് നീ നൽകിയതായ അനുഗ്രഹത്തിൽ അസൂയ പൂണ്ട് എനിക്കെതിരായി പലതും ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഇമാം ബുഖാരി പറയുക, അഹ്മദ് ഇന്നി ഖാരിജുൻ വദാ, ഞാൻ നാളെ പോവുകയാണ്. എന്നെക്കൊണ്ട് നിങ്ങൾക്ക് ആർക്കൊരു പ്രശ്നം വേണ്ട. ലിതഖ്ലസൂ മിൻ ഹദീസിഹി ലിഅജലി. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം ഹാക്കിമാണ്. ആ ഹാക്കിം പറയാണ്, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി നേരെ പറഞ്ഞതുപോലെ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ദഹ്ലിയുടെ വില വെക്കാതെ ലാ യുസാക്കിനുനി ഹാദർ റജുലു ഫിൽ ബലദി
ഈ മനുഷ്യൻ ഞാൻ താമസിക്കുന്ന നാട്ടിൽ താമസിക്കാൻ പറ്റൂല, അവൻ പോകുന്നില്ലെങ്കിൽ ഞാൻ ഉള്ള വഴിയെടുക്കും എന്ന് പറഞ്ഞത്. ഇമാം മുസ്ലിം അപ്പോഴാണ് ഇടപെട്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് കൂടെയുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്നു എന്ന് പറഞ്ഞു ഒഴിവായി പോയത്. അങ്ങനെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഖുറാസാനിൽ നിന്ന് പിറ്റേന്ന് പുറപ്പെടുകയും അവരുടെ സമ്പത്തുകളും മറ്റ് കാര്യങ്ങളും അവരുടെ എല്ലാ യാത്രാ സംബന്ധമായ കാര്യങ്ങളെല്ലാം തയ്യാറാക്കാൻ വേണ്ടി നാടിൻ്റെ ഗേറ്റിൽ പോയി നിന്നുകൊണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തൃപ്തിയാക്കിയത്. അങ്ങനെ അവിടെ നിന്ന് ബുഖാറയിലേക്ക് പോയി. ഇമാം ബുഖാരി ബുഖാറയിലേക്ക് വിട്ടു. ബുഖാറയിലെത്തി. അവിടെയും ഇമാം ബുഖാരിക്ക് വലിയ സ്വീകരണമായി, വലിയ അംഗീകാരമായി. ഇമാം ബുഖാരിയുടെ കിതാബുകൾ എല്ലാം അവരുടെ അടുത്ത് വന്ന് ഓതുന്ന ആളുകൾ ധാരാളമായി. വലിയ പ്രസക്തിയിൽ തന്നെ ബുഖാറയിൽ ഇമാം ബുഖാരി ഉള്ളത്. ആ സമയത്താണ് ആ നാട്ടിലുള്ള ഭരണാധികാരി ഖാലിദ് ബിൻ അഹ്മദ് എന്ന് പറയുന്ന ഭരണാധികാരി ഇമാം ബുഖാരി അടുക്കലേക്ക് ഒരു ആവശ്യവുമായി ആളെ വിടുന്നത്. എന്താണ് ആവശ്യം? നിങ്ങളുടെ താരീഖും ജാമിഉ സ്വഹീഹ് അൽ മുസ്നദുൽ ജാമിഉ സ്വഹീഹ് എന്ന കിതാബ് ബുഖാരി, സ്വഹീഹുൽ ബുഖാരി, നിങ്ങളുടെ സ്വഹീഹുൽ ബുഖാരിയും നിങ്ങളുടെ പ്രസക്തമായ താരീഖ് എന്ന കിതാബും അതെല്ലാം കൊണ്ട് നിങ്ങൾ കൊട്ടാരത്തിലേക്ക് വരണം. എന്നിട്ട് അത് എൻ്റെ മക്കൾക്കും ഞങ്ങൾക്കും ഓതിത്തരണം, കൊട്ടാരത്തിൽ വന്ന് ഓതിത്തരണമെന്ന് ആവശ്യപ്പെട്ടു. ഇമാം ബുഖാരി പറഞ്ഞു സാധ്യമല്ല. ഇമാം ബുഖാരി പറഞ്ഞ മറുപടി അർത്ഥത ലാ യസഉനി അൻ നഖുസ്സ ബിസ്സമാ ഖൗമൻ ദൂന ഖൗമിൻ ആഖരീൻ. അതിന് മുമ്പ് ഒരു റിവായത്താണിത്. മറ്റേ റിവായത്തതാ ഇമാം ബുഖാരി പറഞ്ഞു ഇൽമിനെ നിസാരമാക്കാൻ പറ്റൂല, ഇൽമിനെ ഞാൻ നിസാരമാക്കൂല. ഇൽമ് എന്ന് പറയുന്ന സാധനം അത് പഠിക്കാൻ വേണ്ടി ആലിമിൻ്റെ അടുക്കലേക്ക് വരികയാണ് വേണ്ടത് എന്നല്ലാതെ ആലിമ് ഇൽമിൻ്റെ കിതാബുകളും എടുത്ത് അതുകൊണ്ട് രാജാക്കന്മാരുടെയോ വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാർത്ഥികളുടെ അടുക്കലേക്കോ എത്ര വലിയോലാണെങ്കിലും അവിടെ അടുക്കലേക്ക് വരാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? നിങ്ങൾക്ക് ആവശ്യമുണ്ടോ നിങ്ങൾ എൻ്റെ സദസ്സിലേക്ക് വരണം. അപ്പോഴാണ് പറഞ്ഞത് എന്നാൽ പിന്നെ എൻ്റെ മക്കളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം, പക്ഷേ അവരുടെ സദസ്സിൽ വേറെ ആരും ഉണ്ടാവാൻ പാടില്ല, അവരുടെ സദസ്സിൽ അവർ മാത്രം മതി. അപ്പോഴാണ് ഇമാം ബുഖാരി പറഞ്ഞത് ലാ യസഉനി അൻ നഖുസ്സ ബിസ്സമായി ഖൗമൻ ദൂന ഖൗമിൻ ആഖരീൻ. ഒരു കൂട്ടരെ പ്രത്യേകമാക്കി മറ്റൊരു കൂട്ടരെ മാറ്റി നിർത്താൻ എനിക്ക് പറ്റൂല. നിങ്ങളെ മക്കൾ വരുമ്പോൾ അവിടെ ഇമാം ബുഖാരി ആദ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വന്നിരിക്കൽ ഞാൻ എവിടെ ഉള്ളത്, എൻ്റെ വീട്ടിലാണോ, വീട്ടിൽ വരണം. ഞാൻ പള്ളിയിലാണോ, അങ്ങോട്ട് വരണം. എന്നല്ലാതെ നിങ്ങളെ കൊട്ടാരത്തിലേക്ക് വരാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോഴാണ് ഇയാൾ പറഞ്ഞാൽ ഞാൻ നിങ്ങൾ കുട്ടികളെ പറഞ്ഞേക്കാം, പക്ഷേ അവർ മാത്രമേ ഉണ്ടാവാൻ പറ്റുള്ളൂ. അപ്പോഴാണ് പറഞ്ഞത് ഹദീസ് പഠിക്കാൻ, ഇൽമ് പഠിക്കാൻ ഒരു കൗമിനെ മറ്റൊരു കൗമിനെ കൂടാതെ പ്രത്യേകമാക്കാൻ എനിക്ക് സാധ്യമല്ല. അത് ഇൽമാണ്, അത് കൂടുതൽ ആളുകൾ കേട്ടതുകൊണ്ട് ഒന്നും വരാനില്ല. അങ്ങനെ ഖാലിദ് രാജാവിനിക്ക് ഇമാം ബുഖാരിയോട് ഉള്ളിൽ വെറുപ്പായി. ആ വെറുപ്പായ സമയത്താണ് നേരത്തെ പറഞ്ഞ ദുഹലി, ഖുറാസാനിലെ വലിയ പണ്ഡിതൻ, അദ്ദേഹം ഈ ഖാലിദ് രാജാവിലേക്കും അതുപോലെയുള്ള ബുഖാറയിലുള്ള മഹാപണ്ഡിതന്മാരിലേക്കും എഴുത്തയക്കുന്നത്, നിങ്ങളെ നാട്ടിലേക്ക് മുഹമ്മദ് ബിൻ ഇസ്മായിൽ വന്നിട്ടുണ്ട്, വലിയ പേരിലും പ്രസക്തിയും അംഗീകാരത്തിലുമാണെന്ന് എനിക്കറിയാം, പക്ഷേ ഖുർആനെ സംബന്ധിച്ച്
അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്ന ആ ഒരു മാർഗത്തിലല്ല അവർ ഉള്ളത്. അവർ ഖുർആൻ മഖ്ലൂഖാണ് എന്ന് പറയുന്നവരാണ്, മഖ്ലൂഖല്ല എന്ന് പറയുന്നവരല്ല എന്ന ഒരു എഴുത്തുമായി ആ ബുഖാറയിൽ മുഴുവൻ നേതാക്കന്മാരിലേക്കും എഴുത്തു വരുന്നത് അമീറിനടക്കം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ്, ഈ എഴുത്ത് വന്നപ്പോഴാണ് ഖാലിദ് രാജാവിനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ദേഷ്യം, ആ പക തീർക്കാനുള്ള ചാൻസായി കണ്ടുകൂട്ടിയത്. അവിടുത്തെ വലിയ പണ്ഡിതനായ അബുൽ വർക്കാ എന്ന് പറയുന്ന ബുഖാറയിലെ വലിയ പണ്ഡിതനുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ മനുഷ്യൻ്റെ സംബന്ധിച്ച് പഠിച്ച് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് തരണം. അദ്ദേഹം ദുഹലിയുടെ ആളാണ്. അദ്ദേഹം ഇമാം ബുഖാരിയുടെ അടുക്കലേക്ക് വരികയോ അതിന് വേണ്ടി എന്താണ് ഇമാം ബുഖാരിയുടെ വിഷയമെന്നോ, എന്താണ് ഇമാം ബുഖാരിയുടെ സംസാരിക്കുന്നത് എന്നോ, എന്താണ് ഇമാം ബുഖാരി ഒരു മഖ്ലൂഖാണെന്ന് പറഞ്ഞത്. ഇമാം ബുഖാരി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഖുർആൻ മഖ്ലൂഖാണെന്ന് ആരെങ്കിലും പറഞ്ഞിരിക്കുകയാണെങ്കിൽ അവൻ കള്ളനാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയൽ അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ് എന്ന് തന്നെയാണ്. പിന്നെ ഞാൻ ഓതുമ്പോൾ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ്, ആ പ്രയോഗം ഞാൻ പ്രയോഗിച്ചിട്ടില്ല. അതുപോലെ ആ പ്രയോഗം ഞാൻ പറഞ്ഞിട്ടില്ല. അഫ്ആലുൽ ഇബാദി മഖ്ലൂഖ് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അഫ്ആലുൽ ഇബാദി മഖ്ലൂഖ്. ഈ ഒരു വിഷയവുമായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ അടുത്ത് വന്ന് പഠിക്കാൻ പോലും ഇയാൾ തയ്യാറാവാതെ, അബുൽ വർക്കാ എന്ന് പറയുന്ന ആ മനുഷ്യൻ കുറേ അദ്ദേഹത്തിൻ്റെ സിൽബന്തികളും അതിന് വേണ്ടി തയ്യാറാവാതെ ഇമാം ബുഖാരിക്കെതിരായി കേസുണ്ടാക്കി, ഇമാം ബുഖാരിക്കെതിരായി സൈന്യത്തെ ഒരുക്കി ആളുകളെ സംഘടിപ്പിച്ചു. അങ്ങനെ രാജാവിൻ്റെ ഒത്താശയോട് കൂടെ ഇമാം ബുഖാരിയോട്, ഇവിടെ ഈ ബുഖാറ എന്ന് പറയുന്ന നാട്ടിൽ നിങ്ങൾ താമസിക്കരുത്, ഇവിടുന്ന് പോവണം എന്ന് കൽപ്പിച്ചു എന്നല്ല, അവർ നാട് കടത്തിയിട്ടാണുള്ളത്. ഫനഫാഹു അനിൽ ബലദ്. ഇത് ഇമാം ബുഖാരിയുടെ മനസ്സിക്ക് വല്ലാതെ കൊണ്ടു. ഇമാം ബുഖാരി പറഞ്ഞു, അല്ലാഹുമ്മ അരിഹിം മാ കസദൂനി ബിഹി ഫി അൻഫുസിഹിം വഔലാദിഹിം വഅഹാലിഹിം. ഒറ്റ ദുആ. കാരണം നിരപരാധിയായ ഇമാം ബുഖാരിയെ യാതൊരു കാരണവുമില്ലാതെ അവരോട് നേരിട്ട് വിഷയം അന്വേഷിക്കാതെ അസൂയക്കാരൻ്റെ എഴുത്ത് മാത്രം അവലംബിച്ച് ബുഖാരിയുടെ ഇടയിൽ ബുഖാരിക്കെതിരായിട്ട് കുപ്രചരണങ്ങൾ നടത്തി, എന്നിട്ട് അവിടെ നിന്ന് ഒറ്റപ്പെടുത്തി നാട് കടത്തുമ്പോൾ ഇമാം ബുഖാരി ദ്വാർക്കേണ്ട ദ്വാ തന്നെയാണ്. അള്ളാഹുവേ, അവർ എന്നിൽ നിന്ന് അവർ എന്താണോ ഉദ്ദേശിച്ചത്, എന്നെ മസലാക്കലല്ലേ, എന്നെ നിസാരമാക്കലല്ലേ, എന്നെ താഴ്ത്തിക്കെട്ടല്ലേ, അത് കെട്ടലാണല്ലോ, അത് അവരുടെ നഫ്സിലും അവരുടെ മക്കളിലും അവരുടെ കുടുംബത്തിലുമായിട്ട് അവർക്ക് നീ കാണിച്ചു കൊടുക്ക്. ചരിത്രം പറയുന്നത് എന്താ? ഈ ഖാലിദ് എന്ന് പറയുന്ന രാജാവ്, ആ രാജാവിനിക്ക് ഒരു മാസം പോലും തേക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഖലീഫയുടെ കീഴിലുള്ള അമീറാണ്. ഖലീഫന്റെ ഭാഗത്തിൽ നിന്ന് ഓർഡർ വന്നു, അദ്ദേഹത്തെ നാട് കടത്തണമെന്നും അത് തന്നെ കഴുതപ്പുറത്ത് അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒന്നുമില്ലാതെ പെട്ടെന്ന് അദ്ദേഹത്തെ നിസ്സാരനാക്കി കൂക്കി വിളിച്ച് നാട്ടിൽ നിന്ന് നാട് കടത്താൻ വേണ്ട ഓർഡർ വരികയും അങ്ങനെ അദ്ദേഹം മരിക്കുന്നത് വരേക്കും വളരെ നിസ്സാരനായി, ഹബ്സിലായി, ജയിലിലായി മരിക്കേണ്ടി വന്നു ഈ ഖാലിദ് രാജാ. പിന്നീടുണ്ടായത് അവിടുത്തെ പണ്ഡിതനല്ലേ, ഹുറൈഥല്ലേ, ഹുറൈഥ് എന്ന പണ്ഡിതൻ, ഹുറൈഥ് ബിൻ അബിൽ വർക്കാ എന്ന് പറയുന്ന ആ പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലായി ഭാര്യയിലായി വലിയ പരീക്ഷണങ്ങൾ നേടുകയും ആ പരീക്ഷണങ്ങളെ പറയപ്പെടാൻ പോലും പറ്റാത്ത വിധം അദ്ദേഹത്തിനിക്ക് ഭാര്യയുമായുള്ള ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വന്നു, പ്രയാസങ്ങൾ വന്നു, വളരെ നിസ്സാരനായി മരിക്കേണ്ടി വന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിൻ്റെ സിൽബന്തി,
ആ സിൽബന്തിയെ അദ്ദേഹത്തിൻ്റെ മക്കളിലായും കൊണ്ട് മക്കളെ കൊണ്ട് ഇദ്ദേഹത്തെ തച്ചും കൊണ്ട് മക്കൾ പിടിച്ച് എല്ലാവിധ ബലാകളും ഇദ്ദേഹത്തെ ആക്കിക്കൊണ്ട് അദ്ദേഹം നിസാനായി പോയി. ഇങ്ങനെ ഇമാം ബുഖാറയിൽ നിന്ന് പുറപ്പെട്ടു. പോകുന്നത് എവിടേക്കാണ്? സമർഖന്ദിലേക്കാണ്. സമർഖന്ദിലേക്ക് ഇമാം ബുഖാരി പുറപ്പെടുമ്പോൾ അവിടെയും ഈ ദുഹലിയുടെയും കൂട്ടരുടെയും പ്രശ്നങ്ങൾ അവിടെയുണ്ട്. ഇമാം ബുഖാരി സമർഖന്ദിലേക്ക് പോകുന്നതിൽ അംഗീകരിക്കുന്നവരും അതിനെ സ്വാഗതം ചെയ്യുന്നവരും അതിൽ വെറുപ്പുള്ളവരുമുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ സമർഖന്ദിൻ്റെ തൊട്ടടുത്തുള്ള ഖർത്തങ്ക്, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഖർത്തങ്ക് എന്ന് പറയുന്ന നാട്ടിലേക്ക് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ കുടുംബക്കാരുടെ അടുക്കലേക്ക് അടുത്ത് താമസിച്ചു. ഇമാം ബുഖാരി ഖർത്തങ്കിൽ താമസിക്കുന്ന കാലത്ത് അവിടെ വച്ച് ഖുറാസാനിലേക്ക് ലക്ഷ്യം വെച്ച് പുറപ്പെട്ടതാണ്. അതെനിക്ക് ശത്രുക്കളുടെ ബാഹുല്യം കാരണം വളരെ പ്രയാസത്തിലാണ്. അവരുടെ ഇൽമുകളെ വേണ്ടതുപോലെ പ്രചരിപ്പിക്കാനോ സ്വൈര്യമായി നടക്കാനോ കഴിയാത്ത, അവരെ സ്നേഹിക്കുന്നവർക്ക് പോലും ശത്രുക്കളുടെ ഭാഗത്തിൽ നിന്ന് പല പ്രതിസന്ധികളും നേരിട്ടപ്പോൾ ഇമാം ബുഖാരി ഒരു ദിവസം രാത്രി അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. പരിശുദ്ധ റമളാനിലാണ് സംഭവം. എന്താ? അല്ലാഹുമ്മ ഖദ് ളാഖത് അലയ്യൽ അർളു ബിമാ റഹബത് ഫഖ്ബിൽനി ഇലൈക്. അല്ലാഹുവേ, ഈ ഭൂമി വളരെ വിശാലമാവലോട് കൂടെ എനിക്കിത് വളരെ കുടുസായിരിക്കുന്നു. അതുകൊണ്ട് എന്നെ നീ നിന്നിലേക്ക് പിടിക്കറബേ, നിന്നിലേക്ക് പിടിച്ചു കൊണ്ടുപോ. ഇനി ദുനിയാവിൽ ജീവിച്ചത് മതി. എനിക്ക് ഖൈറിലായി ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി ഇവിടെ മരണത്തെ ആവശ്യപ്പെടുന്നത്, ഒരു മനുഷ്യൻ ദുനിയാവിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവനും ചെയ്തു. ഇനി ഈ നിരക്ക് പോയാൽ ആ ഫിത്ന ഇമാം ബുഖാരിയിലോ അനുയായികളിലോ അത് ദീനിയായ പ്രശ്നങ്ങളിലേക്ക് മാറുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടിട്ടാണ്. അങ്ങനെ ദീനിയായ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെടുമെന്നുണ്ടെങ്കിൽ മരണത്തെ ആഗ്രഹിക്കാമെന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മരണത്തെ ആഗ്രഹിക്കാൻ പറ്റാത്തത് ദുന്യവിയായ വിഷമങ്ങളിൽ സഹിക്കാൻ കഴിയാതെയാകുമ്പോഴാണ്. ഇമാം ബുഖാരിയുടെ ലക്ഷ്യമാകുന്ന ഹദീസുകളെ പറഞ്ഞു കൊടുക്കലും അത് കേൾക്കുന്നവ കേൾക്കലും അത് ദീനിയായ പ്രബോധനവുമാണ്. അതിനിവിടെ തടസ്സം വന്നിരിക്കുന്നു. അതിന് നടക്കുന്ന മട്ടമില്ല, രൂപമില്ല. അതിൻ്റെ പേരിൽ ദീനിയായ പ്രശ്നം വന്നപ്പോൾ മഹാനവറുകൾ ദുആ ചെയ്തു. ഇമാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി, ദീനിയായ പ്രശ്നങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. അങ്ങനെ ധാരാളം മഹത്തുക്കൾ ദുആ ചെയ്തിട്ടുമുണ്ട്. ആ റമളാൻ തീരുന്നതോട് കൂടെ റമളാനിലെ 30 നോമ്പും നോറ്റു. മഗ്രിബോട് കൂടെയാണ്, നോമ്പ് പറഞ്ഞതിൻ്റെ ശേഷമാണ് ഖുറാസാനിൽ നിന്ന് ആളുകൾ വിളിക്കാൻ വേണ്ടി വരുന്നത്. 2 വിഭാഗം പണ്ഡിതന്മാരുണ്ട്. സ്നേഹത്തോടു കൂടെ വിളിച്ചതാണ് എന്നും അതല്ല പിടിച്ചു കൊണ്ടുപോകുകയാണ് എന്നും അഭിപ്രായമുണ്ട്. എന്താണെങ്കിലും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ ധീരനാണ്. മഹാനവറുകൾ അപ്പോൾ തന്നെ യാത്രക്ക് വേണ്ടി ഒരുങ്ങി. ചെറിയ ക്ഷീണങ്ങൾ അതിനു മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇമാം ബുഖാരി തലപ്പാവ് ധരിച്ചു, വസ്ത്രങ്ങളെല്ലാം ധരിച്ചു. അങ്ങനെ യാത്രക്ക് വേണ്ടി റെഡിയായി. ചെരുപ്പ് ധരിച്ചു, എല്ലാം ധരിച്ചു. അങ്ങനെ ഇമാം ബുഖാരി താമസിക്കുന്ന വീട്ടിലുള്ള ഖാലിബ് ബിൻ ജിബ്രീൽ എന്ന് പറയുന്ന കുടുംബക്കാരൻ്റെ അടുത്താണ് താമസിച്ചിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇമാം ബുഖാരിയുടെ ഒരു ഭാഗം പിടിച്ചിട്ടുണ്ട്, വേറൊരാൾ മറ്റേ ഭാഗത്തും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇമാം ബുഖാരിയുടെ വാഹനത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകുമ്പോൾ, വാഹനം കയറാൻ ഒരുങ്ങുമ്പോൾ ഇമാം ബുഖാരി പറഞ്ഞു, അർസിലൂനി, എന്നെ നിങ്ങൾ വിടുവീൻ.
ഫഖദ് ലഅഫ്തു, ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. അങ്ങനെ ഇമാം ബുഖാരിയെ അവര് അവിടെ കിടത്തി. അങ്ങനെ ഇമാം ബുഖാരി ഫദഅ ബിദഅവാതിൻ, കുറേ ദുആകളെ കൊണ്ട് ദുആ ചെയ്തു. സുമ്മൽതജഅ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടെ കിബ്ലക്ക് നേരെ ചെരിഞ്ഞു കിടന്നു. അവിടെ വെച്ച് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വഫാത്തായി. ഈ വഫാത്തായതോട് കൂടെ ഇമാം ബുഖാരിയുടെ ശരീരത്തിൽ നിന്ന് ധാരാളം വിയർപ്പൊലിച്ചു. ഇമാം ബുഖാരി അതിന് മുമ്പ് കുറെ വസിയത്ത് ചെയ്തിരുന്നു, ഞാനിവിടെ മരിക്കുകയാണ്, ഇതെൻ്റെ അവസാനത്തെ സമയമാണ്, എനിക്ക് തലയെക്കെട്ടും വേണ്ട, നീളങ്കുപ്പായും വേണ്ട, 3 വസ്ത്രത്തിൽ മാത്രം എന്നെ കഫൻ ചെയ്താൽ മതി. അങ്ങനെ ഇമാം ബുഖാരിയെ 3 വസ്ത്രത്തിലായി കഫൻ ചെയ്തു. ഖറന്തക്കിൽ ഖബറടക്കി. ആ ഖബറടക്കിയതോട് കൂടെ ഇമാം ബുഖാരിയുടെ ഖബറിൽ നിന്ന് വലിയ സുഗന്ധം, ഖബറും ചുറ്റുഭാഗവും വലിയ സുഗന്ധം, അത്ര വലിയ സുഗന്ധം ലോകം കണ്ടിട്ടില്ല. അതോടുകൂടെ ഇമാം ബുഖാരിയുടെ ഖബറിന്റെ മുകളിൽ വലിയ പ്രകാശങ്ങൾ, ആകാശത്തിൽ നിന്ന് ഖബറിന്റെ നേരെ പ്രകാശം അങ്ങനെ വരുന്നതായിട്ട് എല്ലാവർക്കും കാണാം. എന്തോ ഒരു അത്ഭുതം! ഈ അത്ഭുതം കണ്ട് നാനാ ഭാഗത്തു നിന്നും ജനങ്ങൾ അങ്ങോട്ട് ഒഴുക്കായി. ജനങ്ങൾ ഒഴുകി. അവരുടെ ലക്ഷ്യമെന്താ? ഈ സുഗന്ധം ആസ്വദിക്കണം, ആ സുഗന്ധമുള്ള മണ്ണൽപ്പം വാരണം. അങ്ങനെ ആളുകൾ മണ്ണ് വാരി 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 വലിയ കുഴി പ്രത്യക്ഷപ്പെട്ടു ചുറ്റുഭാഗത്തും. പിന്നെയും മണ്ണ് കൊണ്ടുവന്നിടും, അവൻ പിന്നെയും അത് വാരിയെടുക്കും. കാവൽക്കാരോ സെക്യൂരിറ്റികളെ കൊണ്ടോ ഒന്നും തന്നെ ജനങ്ങളുടെ പെരുപ്പത്തെ തടുക്കാൻ കഴിയുന്നില്ല. അത്രയും ജനബാഹുല്യം, ഒഴുക്ക്. ആ ഒഴുക്ക് കാരണമാണ് ജനങ്ങളെ കൊണ്ട് തിക്കും തിരക്കും എന്നർത്ഥത്തിനേക്കുള്ള ഖറന്തക്ക് എന്ന് ആ സ്ഥലത്തിന് പേര് വരെ വന്നത്. പിന്നീട് വന്ന പേരാണ്, ഇമാം ബുഖാരിയുടെ വഫാത്തിന് ശേഷം വന്ന പേരാണ്. അങ്ങനെ ജനങ്ങളെ ഈ ഒഴുക്ക് മാറാൻ വേണ്ടി ഖബറിൻ്റെ ചുറ്റുഭാഗത്തും മുള്ളുവേലി കെട്ടി അങ്ങോട്ടൊരാൾക്കും അടുക്കാൻ കഴിയാത്തവരൊക്കെ വളരെ ഭദ്രമായി. സിയാറത്ത് ചെയ്യാൻ വരുന്നവർക്കെല്ലാവർക്കും മാസങ്ങളോളം അവിടെ വാസനയായിരുന്നു, സുഗന്ധമായിരുന്നു. ആ പ്രധാനപ്പെട്ട മുകളിൽ ഖബറിൻ്റെ മുകളിലുള്ള ലൈറ്റും കുറേ കാലങ്ങളോളം നിന്നു. ഇമാം ബുഖാരിയുടെ മരണത്തിൻ്റെ ശേഷം ഇമാം ബുഖാരിയുടെ പ്രസിദ്ധി ലോകം മുഴുവനും അറിഞ്ഞു. ലോകം മുഴുവനും അങ്ങോട്ട് ഒഴുക്കായി. ഇമാം ബുഖാരിയുടെ വിമർശിച്ചവർക്കെല്ലാവർക്കും പശ്ചാത്താപം വന്നു. അവരെല്ലാം ഖബറുകളിൽ വന്ന് ഇമാം ബുഖാരിയുടെ ഖബറുകളിൽ വന്ന് ദുആ ചെയ്ത് അവർ മാപ്പപേക്ഷവരാണ് അധിക പേരും. പക്ഷേ ഇമാം ബുഖാരിയുടെ ഈ ഒരു സംഭവത്തോടു കൂടെ ലോകം മുഴുവനും ഇമാം ബുഖാരി സത്യത്തിൻ്റെ പേരിലായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വന്നു. കാരണം അത്രയും വലിയ കറാമത്താണ് അവിടെ നടന്നത്. കിതാബുകൾ വായിക്കുമ്പോൾ മനസ്സിലാകും ആ ചരിത്രത്തിൽ ഇമാം ബുഖാരിയുടെ ആ ഖബറുകളുണ്ടായിരുന്ന തിക്കും തിരക്കും, അവിടെ ഉണ്ടായിരുന്ന അവസ്ഥകളും. എല്ലാ എതിരാളികളും പത്തിമടക്കി ഇമാം ബുഖാരി സത്യത്തിൻ്റെ ആളുകളാണെന്ന് ബോധ്യപ്പെട്ടു. ഇമാം ബുഖാരിക്ക് എതിരായി നിന്നിരുന്ന ഈ ദഹ്ലി അടക്കം പിന്നീട് ഒന്നുമല്ലാതെയായി. അഹ്മദ് ബിൻ ഹംബലിന് ബഗ്ദാദിലുള്ള സ്ഥാനം, ഇമാം മാലിക്കിക്ക് മദീനയിലുള്ള സ്ഥാനം വഹിച്ചിരുന്ന ആള് ഇന്ന് ലോകത്ത് അദ്ദേഹത്തെ ഒരാൾക്കും അറിയില്ല. ഇമാമിയങ്ങൾ പറയുന്നു വൽആഖിബത്തു ലിൽ മുത്തഖീൻ എന്നുള്ളതാണ് പുലരുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇന്ന് ലോകത്ത് മുസ്ലിമോ അമുസ്ലിമോ ആയിട്ട് ആരെങ്കിലും ഒരാൾ അറിയാത്ത ഒരാളില്ല. ഈ ദുഹലിയെ ലോകത്ത് ഒരാളും അറിയില്ല. അങ്ങനത്തെ ഒരാൾ ജീവിച്ചു പോയതായിട്ടൊന്നും അറിയില്ല. ചരിത്രത്തിൽ കാണാം, ഈ ദുഹലിയുടെ മരണത്തിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ കിതാബുകൾ ഉപയോഗിക്കാൻ, അദ്ദേഹം എഴുതി വെച്ച ഏടുകൾ സ്വീകരിക്കാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ അത് മുഴുവനും കുഴിച്ചു മൂടുകയാണ് ചെയ്തത്.
ലോകത്ത് അതിനൊക്കെ അവർക്കോ അവരുടെ ഉലൂമുകൾക്കോ അഡ്രസ് ഇല്ല. അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നവർ പോലും ദുഹലി എന്ന പേരിൽ പറയില്ല. ദുഹലിയെ ലോകത്തറിയപ്പെടൂല. ഇമാം ബുഖാരി തന്നെ അദ്ദേഹവുമായി തെറ്റുന്നതിൻ്റെ മുമ്പ് തന്നെ ചെറുപ്പത്തിലാണല്ലോ ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിച്ചതും സ്വഹീഹുൽ ബുഖാരി ഉണ്ടാക്കിയതും. അതിൽ പോലും ഇമാം ബുഖാരി അന്ന് എന്തോ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മുഹമ്മദ് ബിൻ യഹ്യ ദഹ്ലി എന്ന് പകരം മുഹമ്മദ് ബിൻ ഖാലിദ് അദ്ദേഹം വലിയ ആപ്പയിലേക്ക് ചേർത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഹദീസുകൾ 4ഓളം ഹദീസുകൾ അദ്ദേഹത്തെ തൊട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ ലോകം അറിയാത്തൊരാളാവുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച് ബഹുമാനിച്ച ഇമാം ബുഖാരി ലോകം മുഴുവനും അറിയപ്പെടുന്നവരും ഇമാം ബുഖാരി സത്യത്തിൻ്റെ ആളാണെന്ന് ലോകത്തിലേക്ക് അറിയുന്നത് വരെ ആ ഖബറിൻ്റെ കറാമത്ത് നിന്ന് പോവുകയും ചെയ്തു. അവരുടെ അനുഗ്രഹം അല്ലാഹു നമുക്ക് ചോദിച്ചു തരുമാറാവട്ടെ.